നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ എടുത്തിട്ടുണ്ട്. 5 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 3 സ്ലൈസ് ബ്രെഡാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. 2 സ്ലൈസും കൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടെ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടറ്റോയാണ്. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ പൊട്ടറ്റോ ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താലും മതി. നന്നായിട്ടത് ഉടഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. ഞാൻ ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം. 5 സ്ലൈസ് ബ്രെഡാണ് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടത് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു പരുവത്തിന് അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് ബ്രെഡും അതുപോലെ പൊട്ടറ്റോ വേവിച്ചതും ചേർത്തതാണ്. അപ്പോൾ അതുമാത്രം മതി. എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പൊട്ടറ്റോയും ബ്രെഡും ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയ്യിലൊരല്പം എണ്ണ പുരട്ടിയിട്ട് വേണം ഇതുകൊണ്ട് നമ്മൾ ഓരോ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതുപോലെ കയ്യിലൊരല്പം ഓയിൽ പുരട്ടുന്നുണ്ട്. 2 കയ്യിലും പുരട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് പോർഷൻ വീതം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് ഇതിനെ ആക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഉരുളയാക്കിയോ അല്ലെങ്കിൽ വടയുടെ ഷേപ്പിലോ ഒക്കെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അല്പം നീളത്തിലാണ് ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ഞാൻ. നമുക്കിഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ ഒരു ഷേപ്പിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 12 എണ്ണമാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ട ഇതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയിലേക്ക് 1 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി അല്പം ബ്രെഡ് ക്രംസും കൂടെ എടുത്ത് വയ്ക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും എടുത്ത് ഇതുപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഈ വീഡിയോ കാണുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ എല്ലാം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുത്ത സ്നാക്ക് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ തീയൊരൽപ്പം കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ നമ്മൾ തവിയോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഇത് ഇളക്കരുത്. അല്പം കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗം ഒന്നായി കഴിഞ്ഞിട്ട് ശേഷം ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ ചായ
വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ബാക്കിയുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്കത് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ നമ്മുടെ ഈവനിങ് സ്നാക്ക് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പൊട്ടറ്റോയും ബ്രെഡും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. ഒന്നും നമുക്ക് പ്രത്യേകമായിട്ട് പോയി വാങ്ങേണ്ടതില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.